ഹലോ ഗൈസ്, പാറമട വീട്ടിലൊരു ലഡു ഉണ്ടാക്കിയ പ്രശ്നം അത് തന്നെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ അല്ലേ കൂട്ടുകാരെ. അപ്പം നമ്മുടെ കേശുവിന് നമ്മുടെ കനകാൻറ്റി ഒരു കപ്പ് കട്ടൻ കാപ്പിയും ചൂട് ലഡുവൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ലച്ചു ചോദിക്കുമ്പോൾ നമ്മുടെ കനകാൻറ്റി പറയും, അയ്യോ ലച്ചു, നീ ഉറങ്ങുകയാണെന്ന് വിചാരിച്ച് ഞാൻ എടുത്തില്ല, അടുക്കളയിൽ പൊയ്ക്കോ, അവിടെ ഉണ്ടാവും എന്ന് പറയും. അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴോ വേഗം ഉണ്ടായിരുന്ന ലഡു ഭവാനിയമ്മയും തിന്നുന്നുണ്ട്, നമ്മുടെ പാറക്കുട്ടിയും പറഞ്ഞുള്ളത് വേഗം എടുത്ത് വായിലിടുന്നുണ്ട്. നമ്മുടെ പാവൻ ലച്ചുവിന് മാത്രം ലഡു ഇല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കേശു ആണെങ്കിൽ നമ്മുടെ ലച്ചുവിന് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടിട്ട് കളിയാക്കുക. ഇനി ഇതിൻ്റെ പേരിൽ ചിലവർ കുളിപ്പുളത്തേക്ക് പോകുമെന്ന് ഭീഷണിയൊക്കെ പെടുത്തുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നമ്മുടെ ലച്ചുവിനെ സങ്കടപ്പെടുത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കേശുവിൻ്റെ ക്യാരക്ടർ കുറച്ചൊരു നാളായിട്ട് ഭയങ്കര ഓവറാകുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചറിയാൻ പറ്റും. കേശുവിൻ്റെ ആ ഒരു പഴയ ഒരു സ്റ്റാൻഡേർഡ് വിട്ടു പോകുന്നുണ്ട് അല്ലേ. ഭയങ്കര ഒരു സ്വഭാവത്തിലോട്ട് നമ്മുടെ കേശുവിനെ സംവിധായകൻ കൊണ്ടുവരുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ, കേശുവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തരികിട കേശുവായിട്ട് കാണാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു ബ്രദറായിട്ട് നിൽക്കുക. അത്യാവശ്യം കോമഡിയൊക്കെ ആവാം, പക്ഷേ ഇത് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾക്ക് ശരിക്കും സങ്കടം വരും. ലച്ചുവിനെ ഭയങ്കരമായിട്ടിട്ട് ഇങ്ങനെ ചവിട്ടി താഴ്ത്തുന്നുണ്ട് നമ്മുടെ കേശു. പിന്നീട് നമ്മുടെ ലച്ചു ദേഷ്യപ്പെട്ട് ഇങ്ങനെ ബാഗൊക്കെ തൂക്കി പോകുന്നുണ്ട്, പക്ഷെ പോകുന്നില്ല കേട്ടോ. പിന്നെ തിരികെ വന്നിട്ട് നമ്മുടെ ലച്ചു വലിയൊരു സ്വീറ്റ്സിൻ്റെ പാക്കറ്റൊക്കെ മേടിച്ച് ഓൺലൈൻ വരുത്തുന്നുണ്ട്. എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ തുറന്നു വയ്ക്കുന്നുണ്ട്. ലച്ചു നമ്മുടെ കേശുവിനെ പോലെ മര്യാദയില്ലാതെ പെരുമാറുന്നില്ല, എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി തന്നെ കേട്ടോ മേടിച്ചത്. അപ്പോൾ കേശുവിന് ആ ഒരു നാണക്കേട് കൊണ്ട് ഇത്ര നേരിട്ട് നമ്മുടെ ലച്ചുവിനെ വാരി കൂട്ടിയതാണല്ലോ, അപ്പോൾ ആ ഒരു നാണക്കേട് കൊണ്ട് മനസ്സ് വരുന്നില്ല അതിൽ നിന്നും ഒരു മധുരം എടുത്ത് തിന്നാൻ വേണ്ടി. അപ്പോൾ എന്നിട്ട് ലച്ചു ഇങ്ങനെ ലാസ്റ്റ് നമ്മുടെ കേശുവിനെ ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നതല്ല, കേശുവിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ തിന്നുന്നുണ്ട്. ലാസ്റ്റ് കേശു കൺട്രോൾ വിട്ട് നമ്മുടെ ലച്ചുവിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു മേടിച്ച് ആ ലഡു ഒക്കെ തിന്നുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ലച്ചു പറയുന്നുണ്ട്, എടാ നീ ഒരു കാര്യം ഓർക്കണം, എല്ലാ വീട്ടിലും ഇങ്ങനെ ഉണ്ടാവും ഒരു മുൻതൂക്കം കൂടുതൽ ചിലവരോട്. പക്ഷെ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി നമ്മൾ തന്നെ അത് തിരുത്തുന്നതാണ് നമ്മളുടെ ഒരു മര്യാദ എന്ന് നമ്മുടെ ലച്ചു കേശുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ കേശു പറയുന്നുണ്ടേ, അതറിയാം ചേച്ചി തെറ്റാണെന്ന്, പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടുമ്പോൾ എങ്ങനെ തിന്നാതിരിക്കാൻ പറ്റും എന്നൊക്കെ നമ്മുടെ കേശു പറയുന്ന ഒരു നിമിഷങ്ങളാട്ടോ. അപ്പോൾ ഇത് കേട്ട് ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ ലച്ചു ഒരു ഫുൾ ലഡു നമ്മുടെ കേശുവിൻ്റെ വായിൽ ഇങ്ങനെ കുത്തിക്കയറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അല്ലേ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലേ കൂട്ടുകാരെ. കേശുവിനെ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമ്മുടെ സംവിധായകന് വേണമെങ്കിൽ ആക്കാം അല്ലേ. കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.